ഗുഡ് മോർണിംഗ് എവരിബഡി. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ദിവസം നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്താണെന്ന്, അതിൻ്റെ മീനിങ് എന്താണെന്ന് പഠിച്ചു. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സും ഒക്കെ പഠിച്ചു. മെത്തേഡ്സ് ഫോർ മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് നമ്മൾ പഠിച്ചു. അത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡുമാണെന്ന് നമുക്കറിയാം. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ രണ്ട് തരത്തിലുള്ള അക്കൗണ്ടുകളാണ് മെയിൻറ്റെയിൻ ചെയ്തതെന്ന് പറയുന്നു. ഏതൊക്കെയാണ്? പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും. പിന്നെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഓൺലി വൺ അക്കൗണ്ട് ആണുള്ളത്. അതേതാണ്? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടാണ്. പിന്നെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഉപയോഗിച്ചും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഉപയോഗിച്ചും ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. ശരി, ഇന്ന് ഞാൻ അടുത്തൊരു പ്രോബ്ലമാണ് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തെ പ്രോബ്ലം നന്നായി ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്രോബ്ലവും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാം. നോക്കിയേ, അമർ ആൻഡ് അക്ബർ സ്റ്റാർട്ടഡ് എ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഓൺ 1st January 2010 with a capital of rupees 3 lakhs and rupees 2 lakhs respectively. They decided to share profits and losses in the ratio of 3:2. Akbar was to be given an annual salary of rupees 15,000. Interest on capital to be given to the partners was at 6% per annum. On 1st July 2010, Akbar brought in rupees 60,000 as additional capital. Drawings of Amar and Akbar amounted to rupees 12,000 and rupees 6,000 respectively. Interest on drawings of Amar and Akbar were rupees 800 and rupees 500 respectively. The profits of the firm after charging interest on capital, salary and taking into account the interest on drawings was rupees 60,000. Prepare the capital accounts of partners under fluctuating capital method as on 31st December 2010. ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നമ്മളുടെ ക്വസ്റ്റിനകത്ത് അക്കൗണ്ടിങ് പീരീഡ് തന്നിരിക്കുന്നത് എന്നു മുതലാണ്? നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 31st December 2010 ആണ്. അമറും അക്ബർ എന്ന് പറയുന്ന രണ്ട് പാർട്ട്നേഴ്സ് ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ഡേറ്റ് എന്നാണ്? 1st January 2010 ആണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് ഇയർ എന്ന് മുതൽ എന്ന് വരെ ആയിരിക്കും? ഓക്കെ, ശരിയാണ്. 1st January to 31st December 2010 ആയിരിക്കും, അല്ലേ? ഓക്കെ ആണോ? ഇതായിരിക്കും അവരുടെ അക്കൗണ്ടിങ് പീരീഡ്. ഓക്കെ ആണല്ലോ? ശരി, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് മടങ്ങി വരാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? അമർ അക്ബർ എന്ന് പറയുന്ന രണ്ട് പാർട്ട്നേഴ്സ്, അവർ തമ്മിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ ബിസിനസ് തുടങ്ങുന്നത് 2010 January 1 അപ്പം മൂലധനമായിട്ട് ബിസിനസ്സിലേക്ക് 3 ലക്ഷം രൂപ അമർ കൊണ്ടുവരുന്നുണ്ട്. അക്ബർ 2 ലക്ഷം രൂപ ബിസിനസ്സിലേക്ക് ക്യാപിറ്റലായി കൊണ്ടുവരുന്നു. ഓക്കെ, നെക്സ്റ്റ്, they decided to share profits and losses in the ratio of 3:2. അപ്പോൾ ശരി, ലാഭമായിക്കോട്ടെ നഷ്ടമായിക്കോട്ടെ, ബിസിനസ്സിലുണ്ടാകുന്ന ലാഭവും നഷ്ടവും അവർ ഏത് രീതിയിൽ വീതിച്ചെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 3:2 എന്നുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വേണം അവർ വീതിച്ചെടുക്കാനായിട്ട്. ഓക്കെ, അക്ബർ വാസ് ടു ബി ഗിവൺ ആൻ ആനുവൽ സാലറി ഓഫ് rupees 15,000. അതായത് നമ്മുടെ പാർട്ണർഷിപ്പ് ഡീലിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അക്ബറിന് ആനുവൽ സാലറി ആയിട്ട് 15,000 രൂപ നൽകണം. എന്നാൽ അതായത് അക്ബറിൻ്റെ കാര്യമേ പറയുന്നുള്ളൂ, അമറിൻ്റെ കാര്യം ഇവിടെ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് അമറിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സാലറി കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അക്ബറിന് സാലറി ഇനത്തിൽ 15,000 രൂപ ലഭിക്കണം. അടുത്ത് നോക്കിയേ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു ബി ഗിവൺ ടു പാർട്ട്നേഴ്സ് വാസ് അറ്റ് 6% per annum.
ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 6% നിരക്കിലാണ്. 6% നിരക്കിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നൽകേണ്ടത്. അതായത് അമറിനും അക്ബറിനും. On 1st July 2010, Akbar brought in ₹60,000 as additional capital. അതായത് ബിസിനസ്സിലേക്ക് അക്ബർ എന്ന് പറയുന്ന പാർട്ണർ അഡീഷണൽ ക്യാപിറ്റലായിട്ട് ഒരു 60,000 രൂപ കൊണ്ടുവരുന്നുണ്ട്. കൊണ്ടുവരുന്ന ഡേറ്റ് എന്നാണ്? 1st July 2010 ആണ്. 2010 ജൂലൈ 1-ാം തീയതിയാണ് ബിസിനസ്സിലേക്ക് അക്ബർ പൈസയുമായി എത്തുന്നത്, അഡീഷണൽ ക്യാപിറ്റലുമായി എത്തുന്നത്. അടുത്തത് ഡ്രോയിങ്സ് ഓഫ് അമർ ആൻഡ് അക്ബർ എമൗണ്ടഡ് ടു ₹12,000 and ₹6,000 റെസ്പെക്റ്റീവ്ലി. രണ്ടുപേരും അമറും അക്ബറും ബിസിനസ്സിൽ നിന്നും പണം പിൻവലിക്കുന്നുണ്ട് അല്ലേ. 12,000 രൂപയും 6,000 രൂപയും നിരക്കിലാണ് അമർ അക്ബർ പൈസ വിഡ്രോ ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓഫ് അമർ ആൻഡ് അക്ബർ വേർ ₹800 and ₹500 റെസ്പെക്റ്റീവ്ലി. അതായത് അമറും അക്ബറും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വിഡ്രോ ചെയ്തതിൻ്റെ ഇൻട്രസ്റ്റ് എത്ര രൂപയാണ്? 800 രൂപയും 500 രൂപയുമാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. പിന്നെ ഇത് പ്രോഫിറ്റ് ഓഫ് ദി ഫേം ആഫ്റ്റർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി ആൻഡ് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വാസ് ₹60,000. അതായത് ഈ സാലറിയും പിന്നെ കമ്മീഷൻ ഉണ്ടെങ്കിൽ അതും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ബിസിനസ്സിലുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 60,000 രൂപയാണ്. അപ്പം ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അത് ഏത് മെത്തേഡിലാണെന്ന് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലാണ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലാകുമ്പോൾ നമുക്ക് വളരെ സിമ്പിളാണ്. ഒറ്റ അക്കൗണ്ട് മാത്രം തയ്യാറാക്കിയാൽ മതി. അത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലൊരു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ ഓരോ പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ട് തയ്യാറാക്കാം. അതായത് പിന്നെ ആദ്യത്തെ നമുക്ക് അമറല്ലേ. അപ്പോൾ അമേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് പർട്ടിക്കുലർ അമർ ഇത് നിങ്ങൾക്ക് കോളം വരയ്ക്കാം. ഇനി അക്ബർസ് ക്യാപിറ്റൽ അക്കൗണ്ടാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ ഡേറ്റ് പർട്ടിക്കുലർ അക്ബർ അങ്ങനെ നമുക്ക് എഴുതാം. ഇനി ഇത് കമ്പൈൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ ഇതുപോലെ എഴുതാം. അപ്പം നമുക്ക് ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചാൽ മതി, രണ്ടെണ്ണം വരയ്ക്കണ്ട. അതാണ് ഇതിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് ടൈറ്റിൽ കൊടുക്കുക. കോളം ഡേറ്റ് പർട്ടിക്കുലേഴ്സ്. നമുക്ക് 2 പാർട്ട്നേഴ്സാണുള്ളത്. നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതുന്നതായതുകൊണ്ട് അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് പാർട്ട്നേഴ്സിൻ്റെ പേരെന്തൊക്കെയാണ്? അമർ. ഫസ്റ്റ് കോളത്തിൽ അമർ കൊടുത്തു, രണ്ടാമത്തെ കോളത്തിൽ അക്ബർ. ഓക്കെ, വീണ്ടും ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ് പർട്ടിക്കുലേഴ്സ് അമർ അക്ബർ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. ഈ ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന എല്ലാ ഐറ്റങ്ങളെയും നമ്മൾ എവിടെ പോസ്റ്റ് ചെയ്യണം? നമ്മുടെ ഈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് രേഖപ്പെടുത്തണം. അപ്പം നമുക്ക് നോക്കാം. പറഞ്ഞു അമർ അക്ബർ എന്ന് പറയുന്ന 2 പാർട്ട്നേഴ്സ്. അവർ പാർട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ പിന്നെ ക്യാപിറ്റലായിട്ട് എത്ര രൂപ കൊണ്ടുവന്നു? അമർ ബിസിനസ്സിലേക്ക് 3 ലക്ഷം രൂപയും അക്ബർ 2 ലക്ഷം രൂപയും ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, നമുക്കിവിടെ നേരത്തെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഒന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ബാലൻസ് ബീഡ് ഇട്ട് തുടങ്ങാമായിരുന്നു. ഇതിപ്പം ബിസിനസ്സിലേക്ക് ക്യാഷാണ് കൊണ്ടുവന്നത് അല്ലേ. അപ്പം നമ്മൾ എങ്ങനെ രേഖപ്പെടുത്തും? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പോയിട്ട് നമ്മൾ എന്താ രേഖപ്പെടുത്തേണ്ടത്? ക്യാഷ്. നമ്മൾ അതിൻ്റെ ജേണൽ എൻട്രി ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. എന്താ പഠിച്ചത്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അമേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു അക്ബേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് രണ്ടും അമറിനെയും അക്ബറിനെയും നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എങ്ങോട്ടേക്ക് വരും? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വന്നിട്ട് നമ്മളവിടെ എന്ത് എഴുതണം? ക്യാഷ് എന്ന് എഴുതിയിട്ട് അമറിൻ്റെ കോളത്തിൽ 3 ലക്ഷം, അക്ബറിൻ്റെ കോളത്തിലോ 2 ലക്ഷം.
ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ അവർ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്നത് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനിയും നമ്മൾ അടുത്ത് നോക്കണം. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താണ്? അക്ബർ വാസ് ടു ബി ഗിവൺ ആൻ ആനുവൽ സാലറി ഓഫ് ₹15,000. അക്ബറിന് ആനുവൽ സാലറി ഇനത്തിൽ 15,000 രൂപ കൊടുക്കണം എന്നുള്ളതാണ്. അക്ബറിനാണ്, അമറിൻ്റെ കേസിൽ അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സാലറിയൊക്കെ നമ്മൾ എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? എവിടെയാണ്? അതെ, നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. നമ്മൾ എന്ത് എഴുതേണ്ടത്? സാലറി. സാലറി. അമറിനുണ്ടോ? ഇല്ല. നമ്മൾ ആറ് കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്? അക്ബറിൻ്റെ. എത്രയാണ് വരേണ്ടത്? 15,000 രൂപയാണ് ആനുവൽ സാലറി ആയിട്ട് അക്ബറിന് കൊടുക്കേണ്ടത്. ഓക്കെ. അമറിന് ഇല്ലാത്തതുകൊണ്ട് അമറിൻ്റെ കോളത്തിൽ നമുക്കൊന്നും എഴുതണ്ട സാലറി ആയിട്ട്. അടുത്തത് നോക്കിയേ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓരോ പാർട്ട്നേഴ്സിനും 6% നിരക്കിൽ കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 6% ആണ് അല്ലേ? 6% പെർ annum. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാണ് കണക്കാക്കുന്നതെന്നൊക്കെ. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ രേഖപ്പെടുത്തേണ്ടത്. ഇതാ ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ക്യാപിറ്റലിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന പലിശയാണ്. അപ്പം അമറിൻ്റെ കേസിൽ നോക്കിയേ, അമർ ബിസിനസ്സിലേക്ക് 3 ലക്ഷം രൂപയാണ് കൊണ്ടുവന്നത്. അപ്പം ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കണ്ട് നിങ്ങളെ കാണിക്കാം ഒന്നുകൂടെ. 3 ലക്ഷം ഗുണം എത്ര ശതമാനമാണ് ഇൻട്രസ്റ്റ് റേറ്റ്? എത്രയാണ്? 6%. അപ്പം 6/100. നോക്കി എത്ര വരുമെന്ന്? 18,000 രൂപ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് ആർക്ക് ലഭിക്കും? അമറിന് ലഭിക്കും. ഇനിയും അക്ബറിൻ്റെയും ഇതുപോലെ നിങ്ങൾ കണ്ടുപിടിക്കണം. അക്ബറിൻ്റെ നിങ്ങൾ ഇനി എങ്ങനെ കണ്ടുപിടിക്കും? അക്ബർ ബിസിനസ്സിലേക്ക് എത്ര രൂപയാണ് കൊണ്ടുവന്നത്? 1 ജനുവരി 2010 2 ലക്ഷം രൂപ. എഴുതി ഞാൻ. 2 ലക്ഷം ഇൻറ്റു എന്നാ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്? 1 ജനുവരി ടു 31 ഡിസംബർ 2010 വരെ, അതായത് ഒരു വർഷം മുഴുവൻ നമ്മൾ കണക്ക് കൂട്ടണം. അപ്പം 6/100. അപ്പം നമുക്ക് എത്രയാണ് വരുന്നത്? 12,000 രൂപയാണ് അക്ബറിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് ലഭിക്കുന്നത്. അത് ഇവിടെയല്ല, സോറി, ഇവിടെ എഴുതുക. 12,000. ഓക്കെ. ഇനിയും നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ച് നോക്കണം. എന്താണ്? അയാൾ അഡീഷണൽ ക്യാപിറ്റൽ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അഡീഷണൽ ക്യാപിറ്റൽ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. എത്രയാണ് കൊണ്ടുവന്നേക്കുന്നത്? ബിസിനസ്സിലേക്ക് എത്രയാണ് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നേക്കുന്നത്? 60,000 rupees ആണ് അക്ബർ brought in ₹60,000 ആസ് അഡീഷണൽ ക്യാപിറ്റൽ. അഡീഷണൽ ക്യാപിറ്റലായിട്ട് 60,000 രൂപ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. എന്നാ കൊണ്ടുവന്നേ? ഓൺ 1 ജൂലൈ 2010. എന്നാ കൊണ്ടുവന്നേ? 60,000 രൂപ 6% നിരക്കിൽ എന്നാ കൊണ്ടുവന്നേ? 1 ജൂലൈ. ഓക്കെ. നിങ്ങൾ ഇങ്ങനെയുള്ള അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ്. നമ്മളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എന്നാണ്? 1 ജനുവരി 2010 ഓക്കെ. അതായത് 1 ജനുവരി 2010 മുതൽ അക്കൗണ്ടിങ് പീരീഡ് എൻഡ് ചെയ്യുന്നത് എന്നാണ്? 31 ഡിസംബർ 2010 വരെയാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനിയും നമ്മൾ അക്ബർ എന്ന് പറയുന്ന വ്യക്തി അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്ന എന്നാണ്? 1 ജൂലൈ 2010. അപ്പം ആ ഡേറ്റ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. 1 ജൂലൈയിലാണ്. 1 ജൂലൈ ടു 31 ഡിസംബർ വരെയുള്ള കാലയളവ് എത്രയുണ്ടെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്യണം.
അപ്പം നമ്മളെങ്ങനെ കൗണ്ട് ചെയ്യണം? 1 ജൂലൈ എന്ന് പറയുമ്പോൾ ജൂലൈയിലെ 1-ാമത്തെ ദിവസം തന്നെ അയാൾ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്നു. അതുകൊണ്ട് ആ മാസം കൂടി നമ്മൾ കൗണ്ട് ചെയ്യണം. അപ്പം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. എത്ര വന്നു? 6 മാസം. ഈ 6 മാസത്തെ പലിശയും കൂടി നമ്മൾ എന്ത് ചെയ്യണം? കണക്കാക്കണം. അപ്പം ഒരു വർഷത്തിൽ എത്ര മാസമുണ്ട്? 6 മാസം. 12 months ഉണ്ട് ഒരു വർഷം. അതിൽ ആ വർഷത്തിൻ്റെ പകുതിയിലാണ് അപ്പം ഈ പറയുന്ന വ്യക്തി ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ 6/12 ഏത് രീതിയിലാണ് എടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആ, ശരി. അപ്പോൾ ഇനിയുമാണ് നമ്മളതിനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നോക്കിയേ, എത്ര വരുമെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. 60,000-നെ ആദ്യം നിങ്ങൾ എത്ര കൊണ്ട് 6/100 കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന് ഇൻറ്റു 6/12 കണ്ടുപിടിക്കുക. ഓക്കെ, കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എത്ര വരുന്നേ? 1800 കിട്ടും. ഓക്കെ, 1800. ഈ 12,000 പ്ലസ് 1800 ടോട്ടൽ ചെയ്യുക. അതായത് പിന്നെ അക്ബർ എന്ന് പറയുന്ന വ്യക്തി 2 ലക്ഷം രൂപ ബിസിനസ്സിലേക്ക് 1 ജനുവരി 2010 കൊണ്ടുവന്നു. അതിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചപ്പോഴാണ് നമുക്ക് 12,000 രൂപ കിട്ടിയത്. കൂടാതെയാണ് അഡീഷണൽ ക്യാപിറ്റലായിട്ട് ബിസിനസ്സിലേക്ക് ഒരു 60,000 രൂപ 1 ജൂലൈയിൽ കൊണ്ടുവന്നു. അതായത് പിന്നീട് നമ്മളൊരു 6 മാസം കൂടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 6 മാസത്തിന് ശേഷമാണ് അയാൾ ബിസിനസ്സിലേക്ക് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്. അപ്പം അതിൻ്റെ 6/12 നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചപ്പോൾ നമുക്കൊരു 1800 60,000-ൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് ലഭിച്ചത്. ഓക്കെ, എന്നിട്ട് ഈ 12,000-ഉം 1800-ഉം കൂടി ടോട്ടൽ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? അക്ബറിൻ്റെ കോളത്തിലോട്ട് എടുത്തെഴുതാനായിട്ട്. അപ്പോൾ എത്ര വരും? 12,000-ഉം 1800-ഉം നമുക്ക് ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് വന്നേ? 13,800. എത്രയാണ് നമുക്ക് വരുന്നേ? 13,800. ഓക്കെ, ഞാനപ്പം ബാക്കി ഇതെല്ലാം കാൽക്കുലേഷൻസ് എല്ലാം ഞാൻ മായ്ച്ച് കളയാൻ പോവാണ് ഇതിവിടുന്ന്. $13,800 വന്നതെന്ന് ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റിനകത്ത് അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് നമുക്ക് നോക്കിയേ, ഏതാണ്? ഡ്രോയിങ്സ് ഓഫ് അമർ ആൻഡ് അക്ബർ എമൗണ്ടഡ് ടു ₹12,000 ആൻഡ് 6,000 റെസ്പെക്റ്റീവ്ലി. അതായത് 12,000 രൂപയോ 6,000 രൂപ നിരക്കിൽ അമറും അക്ബറും വിഡ്രോ ചെയ്തിട്ടുണ്ട് എമൗണ്ട്, അല്ലേ? അപ്പം ആ ഡ്രോയിങ്സ് നമ്മൾ എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലായിരിക്കണം നമ്മൾ ഡ്രോയിങ്സ് രേഖപ്പെടുത്തേണ്ടത്. അപ്പം ഞാൻ രേഖപ്പെടുത്താൻ പോവുകയാണ്, ശ്രദ്ധിക്കുക. ഡ്രോയിങ്സ് എത്രയായിരുന്നു അമർ വിഡ്രോ ചെയ്തത്? 12,000 റുപ്പീസാണ്. 12,000 രൂപയാണ് അമർ വിഡ്രോ ചെയ്തത്. അക്ബർ എത്ര രൂപയാണ്? 6,000. എത്ര രൂപയാണ്? 6,000 രൂപയാണ് അക്ബർ വിഡ്രോ ചെയ്തത്. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് യാതൊരു ഡൗട്ട്സും ഇല്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓഫ് അമർ ആൻഡ് അക്ബർ ₹800 ആൻഡ് ₹500 റെസ്പെക്റ്റീവ്ലി. ഈ വിഡ്രോ ചെയ്ത എമൗണ്ടിൻ്റെ മേളിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട്. പൈസ നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് മേലുള്ള ഇൻട്രസ്റ്റ് എത്രയാണ്? അമറിൻ്റെ കേസിൽ 800-ഉം അക്ബറിൻ്റെ കേസിൽ 500-ഉമാണ്. അപ്പം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അമറിൻ്റെ കേസിൽ 800-ഉം അക്ബറിൻ്റെ കേസിൽ എത്രയാണ്? 500-ഉമാണ്. അപ്പം ഇനി അടുത്ത് നമുക്ക് അത് രേഖപ്പെടുത്താം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അമറിന്റെ കേസിൽ എത്രയായിരുന്നു? 800. അക്ബറിന്റെ കേസിലോ 500. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന അടുത്ത കാര്യം നമ്മൾ വ്യക്തമായി ശ്രദ്ധിക്കുക. ദ
നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് എത്രയായിരുന്നു ഫേമിൻ്റെ? 60,000 ആയിരുന്നു. 60,000. ദ പ്രോഫിറ്റ് ഓഫ് ദ ഫേം ആഫ്റ്റർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി ആൻഡ് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വാസ് ₹60,000. 60,000 രൂപയാണ് നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ബിസിനസ്സിനകത്തോടെ പ്രോഫിറ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്കത് മനസ്സിലാക്കി തന്നു. അപ്പോൾ ഈ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ എവിടെയായിരുന്നു രേഖപ്പെടുത്തേണ്ടത്? എവിടെയാണ്? യെസ്, നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വേണം രേഖപ്പെടുത്താനായിട്ട്. ഓക്കെ, നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വേണം രേഖപ്പെടുത്താൻ. അപ്പം ഞാൻ രേഖപ്പെടുത്തിക്കോട്ടെ. ഇതാ ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് appropriation account. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പം അമറിൻ്റെയും അക്ബറിൻ്റെയും നമ്മൾ ഇവിടെ എങ്ങനെ തുല്യമായിട്ടാണോ വീതിക്കേണ്ടത് പ്രോഫിറ്റ്? അല്ല, പിന്നെ എങ്ങനെയാണ്? 3:2 എന്നുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വേണം അത് വീതിക്കാനായിട്ട്. ഇവിടെ ക്വസ്റ്റിനകത്ത് അത് വ്യക്തമായി തന്നിട്ടുണ്ട്. അപ്പം ഞാനത് വീതിച്ചു കൊടുക്കാൻ പോവാണ് രണ്ടുപേർക്കും. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക. മൊത്തം 60,000 60,000 ഗുണം 3:2 അല്ലേ? 3:2 ആകുമ്പോൾ 3:2 ആണല്ലോ. അപ്പം നോക്കണം മൊത്തം ഇതിങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 3 + 2 എത്രയാണ്? 3 ഉം 2 ഉം 5. അപ്പം 3/5ഉം 2/5ഉം കണ്ടോ? അവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടോ? എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഫ്രാക്ഷനിലാക്കിയപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്? അമറിൻ്റെ 60,000 ഗുണം 3/5 കണ്ടുപിടിക്കണം. അക്ബറിനോ 60,000 ഗുണം 2/5 കണ്ടുപിടിക്കണം. ഇങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് ഇവിടെ ഷെയർ ചെയ്ത് എഴുതുന്നത്. അപ്പം 60,000 ഗുണം 3/5 നമുക്ക് എത്ര കിട്ടും? 36,000 രൂപ അമറിന് പ്രോഫിറ്റായിട്ട് കിട്ടും. എത്രയാണ് കിട്ടുന്നത്? 36,000. അമറിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 36,000 രൂപയാണ്. ഇനി നമ്മൾ അക്ബറിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കും? അക്ബറിൻ്റെയും ഈ പറഞ്ഞതുപോലെ 60,000 ഗുണം 2/5. 60,000 ഗുണം 2/5 നമ്മൾ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 24,000. എത്രയാണ് കിട്ടുന്നത്? 24,000. 24,000 ആണ്. അമറിന് കിട്ടുന്നത് 36,000ഉം അക്ബറിന് ലഭിക്കുന്നത് 24,000 റുപ്പീസുമാണ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പം നമ്മൾ രേഖപ്പെടുത്താനുള്ളവയെല്ലാം നമ്മൾ രേഖപ്പെടുത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും എല്ലാ ഐറ്റങ്ങളും നമ്മളിവിടെ രേഖപ്പെടുത്തി. ഇനി നമ്മളിത് ടോട്ടൽ ചെയ്ത് നോക്കണം. ടോട്ടൽ ചെയ്തിട്ട് നമുക്കിത് ബാലൻസ് ചെയ്യാം. ഓക്കെ, നമ്മളിത് ടോട്ടൽ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി ടോട്ടൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അമറിൻ്റെ കോളത്തിൽ നമുക്ക് ഡെബിറ്റ് സൈഡ് എല്ലാം കൂടെ കൂട്ടുമ്പം നമുക്ക് 12,800 ലഭിക്കുന്നത് അല്ലേ? അമറിൻ്റെ കോളം ആണ്. ഇനി അമറിൻ്റെ ക്രെഡിറ്റ് സൈഡ് എല്ലാം കൂടി ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കി. ഇവിടെ വേണമെങ്കിൽ ഒന്ന് എഴുതിയിട്ടേക്കാം, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. ഇവിടെ 12,800 അമറിൻ്റെ ഡെബിറ്റ് സൈഡ് എല്ലാം കൂടി നമുക്ക് കൂട്ടിയപ്പോൾ ലഭിക്കുന്നത്. അവരുടെ ക്രെഡിറ്റ് സൈഡ് എല്ലാം കൂടി കൂട്ടിയപ്പോൾ എനിക്ക് 3,54,000 ആണ് കിട്ടിയത്. മനസ്സിലായോ? എനിക്ക് അമറിൻ്റെ ക്രെഡിറ്റ് സൈഡ് എല്ലാം കൂടി കൂട്ടിയപ്പോൾ 3,54,000 ലഭിച്ചത്. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? ഡെബിറ്റ് സൈഡ് കുറവും ക്രെഡിറ്റ് സൈഡ് കൂടുതലുമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി.
ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ ഡെബിറ്റ് സൈഡ് കുറവും ക്രെഡിറ്റ് സൈഡ് കൂടുതലുമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഈ ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? പരിഹരിക്കേണ്ടിയിരിക്കുന്നു. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുന്നത് 3,54,000 അമറിൻ്റെ കേസിൽ ഏറ്റവും വലിയ ടോട്ടൽ വന്നിരിക്കുന്നത്. അത് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഒരേപോലെയുള്ള ടോട്ടൽ എടുത്ത് എഴുതണം. ഫസ്റ്റ് അതാണ് ചെയ്യേണ്ടത്. 3,54,000 rupees എന്നുള്ളതായിരിക്കണം നമ്മുടെ ഗ്രാൻഡ് ടോട്ടൽ. പിന്നീടോ നമ്മൾ ബാലൻസ് എങ്ങനെ കണ്ടുപിടിക്കും? 3,54,000 മൈനസ് 12,800 ചെയ്യുമ്പം നമുക്ക് അമറിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് കിട്ടും. ഓക്കെ, അപ്പം ഞാനിത് മായിച്ചിട്ട് എഴുതാൻ പോവാണ്. നമ്മുടെ ഗ്രാൻഡ് ടോട്ടൽ എത്രയാണ്? 3,54,000. ഓക്കെ, 3,54,000. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ ആരുടെ കണ്ടുപിടിക്കണം? അക്ബറിൻ്റെയും ക്യാപിറ്റൽ ബാലൻസ് കണ്ടുപിടിക്കണം. അക്ബറിൻ്റെ ക്യാപിറ്റൽ ബാലൻസും ഈ പറഞ്ഞതുപോലെ നോക്കിയേ, ഞാൻ ഡെബിറ്റ് സൈഡ് എല്ലാം കൂടി കൂട്ടിയപ്പോൾ എനിക്ക് 6,500 ആണ് കിട്ടിയത്. 6,500 ആണ് കിട്ടിയത്. ഇനി ഞാൻ ആ ക്രെഡിറ്റ് സൈഡ് എല്ലാം കൂടി കൂട്ടിയപ്പോൾ എനിക്ക് 3,12,800 ആണ് കിട്ടിയത്. എത്ര കിട്ടി? 3,12,800 ആണ് എനിക്ക് ക്രെഡിറ്റ് സൈഡ് എല്ലാം കൂടി കൂട്ടിയപ്പോൾ കിട്ടിയത്. ഇതേ ഞാനിവിടെ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ഇവിടെ എഴുതിയിട്ടുണ്ട് അക്ബർ കേസിൽ. പിന്നെ അക്ബറിൻ്റെ കേസിലെ ക്രെഡിറ്റ് സൈഡ് ടോട്ടലും ഞാനിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചേ, ഇതിൻ്റെ ഡെബിറ്റ് സൈഡാണോ വലുത് ക്രെഡിറ്റ് സൈഡാണോ എന്ന്? ഏത് സൈഡാണ് വലുത്? ഓക്കെ, ക്രെഡിറ്റ് സൈഡാണ് ടോട്ടൽ കൂടി നിൽക്കുന്നത്. ആ ഗ്രാൻഡ് ടോട്ടൽ ഞാൻ എവിടെ എഴുതണം? ഈ ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ കോളത്തിലും രേഖപ്പെടുത്തണം. 3,12,800 എന്നാക്കി മാറ്റണം. പിന്നീടോ നമ്മൾ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ക്യാപിറ്റൽ ബാലൻസ് നമ്മൾ അക്ബറിൻ്റെ എങ്ങനെ രേഖപ്പെടുത്തും? 3,12,800 മൈനസ് 6,500 കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് അക്ബറിൻ്റെ ക്യാപിറ്റൽ ബാലൻസും ലഭിക്കും. ഓക്കെ, അപ്പം ഞാൻ ഇത് മായിച്ചിട്ട് നമ്മുടെ ഗ്രാൻഡ് ടോട്ടൽ എഴുതാൻ പോവാണ്. എത്രയായിരുന്നു? 3,12,800. ഓക്കെ, ഇനി ഞാൻ ഡിഫറൻസ് എഴുതാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്താ ഡിഫറൻസിലൂടെ എഴുതേണ്ടത്? ബാലൻസ് സി ഡി. ബാലൻസ് സി ഡി നമ്മൾ ക്രെഡിറ്റ് അമറിൻ്റെ വലിയ ടോട്ടലിൽ നിന്നും ചെറിയ ടോട്ടൽ കുറച്ചപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 3,41,200. എത്ര കിട്ടിയേ? 3,41,200 ആണ് നമുക്ക് അമറിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് ലഭിച്ചത്. ഓക്കെ, ഇനി നമുക്ക് അക്ബറിൻ്റെ ക്യാപിറ്റൽ ബാലൻസും ഇതേ രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളിനി അക്ബറിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് രേഖപ്പെടുത്താൻ പോവുകയാണ്. അതിൽ പറഞ്ഞതുപോലെ വലിയ എമൗണ്ടിൽ നിന്നും ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അക്ബറിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് ലഭിക്കും. നമുക്ക് നോക്കാം എത്രയാണ് കിട്ടുന്നതെന്ന്. ഇപ്പം എത്ര കിട്ടിയേ? 3,06,300 ആണ് നമുക്ക് അക്ബറിൻ്റെ കേസിൽ കിട്ടുന്ന ക്യാപിറ്റൽ ബാലൻസ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്നൊക്കെ. അതായത് വലിയ ടോട്ടലിൽ നിന്നും ചെറിയ ടോട്ടലുകൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഡിഫറൻസ് ലഭിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യുക? ബ്രോ ഡൗൺ ചെയ്ത് എഴുതുക. ഇനി ഞാൻ എഴുതാൻ പോവുകയാണിത്. ബാലൻസ് ബി ഡി. ബാലൻസ് ബി ഡി എത്രയാക്കാം? ഇത് തന്നെ 3 lakh. അമറിൻ്റെ കേസിൽ 3,41,200. അടുത്തതോ 3,06,300. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പം ലഭിക്കുന്ന ആൻസർ. വളരെ സിമ്പിളാണ്. നമുക്കൊരു പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാനും
അതും പ്രത്യേകിച്ച് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നമുക്ക് ഒറ്റ അക്കൗണ്ട് മാത്രം ഇവിടെ പ്രിപ്പയർ ചെയ്താൽ മതി എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. അപ്പം ഈ പ്രോബ്ലംസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് നന്നായി ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നതെന്ന് ഇപ്പം ചെയ്ത് നമ്മൾ അങ്ങോട്ട് തീർന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്കത് നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് ഞാൻ കടക്കുകയാണ്. അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. എന്താ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്? അതെന്താണെന്ന് പറയട്ടെ. ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഷോ how the net profit has been distributed among the partners. It is a nominal account. അതായത് ഇതൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ എക്സ്റ്റൻഷൻ രൂപമാണെന്ന് നമുക്ക് പറയാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് നമുക്ക് പറയാം. കാരണം അത് കഴിഞ്ഞിട്ട് ഏകദേശം അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു ബാക്കി തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് കൂടുതലും പറയുന്നത് നെറ്റ് പ്രോഫിറ്റിനെ നമുക്ക് എങ്ങനെ പാർട്ട്നേഴ്സിന് വീതിച്ച് കൊടുക്കാം എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനകത്ത് പറയുന്നത്. ഈ പറഞ്ഞതുപോലെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള ഒരു അക്കൗണ്ട് ആയിരുന്നു? ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. അത് തന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും. ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള അക്കൗണ്ടാണ്? ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഫൈനൽ അക്കൗണ്ടൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പം നമ്മൾ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ തയ്യാറാക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഒരു സോൾ ട്രേഡിംഗ് കൺസേൺസ് എങ്ങനെയാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്? ആദ്യം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്നു. ആ കിട്ടുന്ന അതിൻ്റെ ബാലൻസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒന്നുകിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും. അതിനുശേഷം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നു. ഈ വരുന്ന ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മളതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഗ്രോസ് ലോസ് ആണെങ്കിലും നമ്മൾ അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലേ? ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എല്ലാ ഇൻകത്തിനെയും എക്സ്പെൻസസിനെയും എല്ലാം നമ്മൾ രേഖപ്പെടുത്തും. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ എന്താ രേഖപ്പെടുത്തുന്നത്? നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കും പിന്നെ അതേപോലെ ഡയറക്റ്റ് എക്സ്പെൻസസുകളെയും ഡയറക്റ്റ് ഇൻകത്തെയും ആയിരുന്നു നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നത്. എന്നാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരുമ്പോഴോ നമ്മൾ എക്സ്പെൻസസിനെയും ഇൻകത്തെയുമാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എല്ലാം തയ്യാറാക്കി വരുമ്പോൾ നമുക്ക് അവസാനം ഒന്നുകിൽ നെറ്റ് പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് നെറ്റ് ലോസ് കിട്ടും. ഇനിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതിൻ്റെ അക്കൗണ്ടിൻ്റെ അർത്ഥം നമ്മളിലേക്ക് എത്തുന്നത്. നമ്മളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ആ നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ എങ്ങോട്ടേക്കാണ് ഇനി മാറ്റാൻ പോകുന്നത്? എങ്ങോട്ടേക്കായിരിക്കും? യെസ്, നമ്മൾ ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനമാണ്. അല്ലാത്ത പക്ഷം നമ്മൾ എന്തായിരിക്കും? നമ്മളൊരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോവുകയാണ്. പക്ഷേ നമ്മൾ നടത്തുന്നത് ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനമാണെങ്കിൽ നമ്മൾ ഈ നെറ്റ് പ്രോഫിറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നെറ്റ് ലോസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. ഏത് തരത്തിലുള്ള അക്കൗണ്ടാണ് പിന്നെ നമ്മൾ തയ്യാറാക്കുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഈ നമുക്ക് ഒരു വർഷത്തെ ലാഭം അല്ലെങ്കിൽ നഷ്ടമാണല്ലോ. അപ്പം നമ്മുടെ പാർട്ട്നേഴ്സിന്, പാർട്ട്ണർഷിപ്പ് സ്ഥാപനമാകുമ്പോൾ ഒന്നല്ല രണ്ടോ അതിലധികമോ പാർട്ട്നേഴ്സ് ഉണ്ടാകാം. അപ്പം നമ്മുടെ പാർട്ട്നേഴ്സിന് ഈ കിട്ടുന്ന ലാഭത്തിൽ നെറ്റ് പ്രോഫിറ്റിൽ നിന്നും വേണം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് നൽകാൻ, സാലറി ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ, കമ്മീഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നത് എല്ലാം ഈ നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ്. അപ്പം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഈ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുകയും വേണം? ആഡ് ചെയ്യുകയും വേണം.
അതെല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമ്മൾ നടത്തുന്നത് എവിടെ വെച്ചിട്ടാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വെച്ചിട്ടാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നതും ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അതിനുശേഷം മാത്രമേ നമ്മൾ എന്ത് തയ്യാറാക്കാറുള്ളൂ? ഒരു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണ് നമ്മൾ പിന്നെ ആദ്യം നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കി കഴിയുമ്പോൾ നമുക്ക് ഒരു നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു നെറ്റ് ലോസ് നമുക്ക് കിട്ടും. ഈ നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്കായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് കിട്ടുന്ന ലോസ് ആണെങ്കിലോ നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. കൂടാതെ ഈ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിൽ നിന്നായിരിക്കണം നമ്മുടെ പാർട്ട്നേഴ്സിന് ആവശ്യമായിട്ടുള്ള സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എല്ലാം നമ്മൾ നൽകേണ്ടത്. കൂടാതെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്കുണ്ട് എങ്കിൽ അത് നമ്മൾ എന്തിൻ്റെ കൂടി ആഡ് ചെയ്യുകയും കൂടി വേണം? നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? അതേപോലെ തന്നെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യമൊക്കെ പറയുകയും ചെയ്യുന്നത്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഇതൊരു നോമിനൽ അക്കൗണ്ടും കൂടി ആണ്. ശരി, നമുക്കതിൻ്റെ ഫോമാറ്റ് ഒന്ന് നോക്കാം. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ ഇനി അടുത്ത ദിവസം ഒരു പ്രോബ്ലം ഒക്കെ ചെയ്യാൻ പോവല്ലേ. അപ്പം നമുക്ക് എങ്ങനെ അതിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പറഞ്ഞതുപോലെ രണ്ട് സൈഡുകളാണുള്ളത്. ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. ഡെബിറ്റ് സൈഡിൽ പർട്ടിക്കുലേഴ്സ് എമൗണ്ട് കോളം, ക്രെഡിറ്റ് സൈഡിലും പർട്ടിക്കുലേഴ്സ് എമൗണ്ട് കോളം. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ നോക്കിയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ, അതായത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതി തയ്യാറാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്തോ ചെയ്യും? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത് നമ്മൾ എന്നിട്ട് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തും. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വല്ലതും ഉണ്ട് എങ്കിൽ അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തും. ഇനി നമ്മളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കി അതിൻ്റെ ലോസാണ് നമുക്ക് വരുന്നത് എങ്കിൽ നമ്മൾ ലോസ് ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തും. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡാണ്. ഡെബിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കിയപ്പോൾ നെറ്റ് ലോസ് ആണ് നമുക്ക് ലഭിച്ചതെങ്കിൽ ആ നെറ്റ് ലോസിനെ നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഇനിയും എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ, അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലായിരിക്കും രേഖപ്പെടുത്തുന്നത്. പാർട്ട്നേഴ്സിൻ്റെ സാലറി ഉണ്ടെങ്കിൽ നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും കാണിക്കുന്നത്. പാർട്ട്നേഴ്സ് കമ്മീഷൻ വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ രേഖപ്പെടുത്തുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും. പിന്നീട് നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എഴുതി തയ്യാറാക്കിയപ്പോൾ നമുക്ക് പ്രോഫിറ്റാണ് ലഭിച്ചതെങ്കിൽ, അതായത് നമുക്ക് ലാഭമാണ് ഉണ്ടായത് എങ്കിൽ അത് നമ്മൾ രേഖപ്പെടുത്തുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് വീതിച്ച് നമ്മുടെ പാർട്ട്നേഴ്സിന് നൽകുകയാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ പാർട്ട്നേഴ്സിന് ഇപ്പോൾ എയും ബിയും ആണ് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. എ ബി എന്ന് പറയുന്ന രണ്ട് പാർട്ട്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് വീതിച്ച് എയ്ക്കും ബിക്കും കൊടുക്കുന്നു. ലോസ് ആണെങ്കിൽ നോക്കുക, ക്രെഡിറ്റ് സൈഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് നമ്മൾ പാർട്ട്നേഴ്സ് എയും ബിയും ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്. ആ എയ്ക്കും ബിക്കും ലോസ് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. നമ്മളത് നേരെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് നമ്മളത് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇത്രയുമേ ഉള്ളൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ ഫോമാറ്റ് നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഇനി നമുക്ക് പ്രോബ്ലം മുമ്പോട്ട് ചെയ്തു പോകാനായിട്ട് പറ്റുള്ളൂ.
ഓക്കെ, താങ്ക് യു.